ഇന്ന് വെറൈറ്റി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? ഒരു പാൻ വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനി വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ഗ്ലാസ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ വറ്റി വരും. ആ സമയത്തേക്ക് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പം നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മാറ്റിയതിന് ശേഷം കുറച്ച് ചൂട് തണിയാൻ വേണ്ടി വെക്കുക കേട്ടോ. നല്ല ചൂടോട് കൂടി തന്നെ ഇത് ബോൾസ് ആക്കാൻ എന്തായാലും കഴിയില്ല. കുറച്ച് ചൂട് പറഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഇതുപോലെയാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ബോൾസ് ആക്കി എടുക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് 3 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിന് നല്ലൊരു മണക്കി വരുന്നത് വരെ വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച റവൻ്റെ ബോൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.